പ്രകൃതി ജീവനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ എങ്ങനെയാണ് പ്രകൃതി ചികിത്സ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത് രോഗമായാലും നമ്മൾ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കുറിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ പ്രകൃതി ജീവനത്തിൽ ആർജിച്ച അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രോഗം വന്നു, BP വന്നു, ഷുഗർ വന്നു, തൈറോയ്ഡ് വന്നു, അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്ക് വന്നു. ഇനി അതിനെ എങ്ങനെ ചികിത്സിക്കണം? ഒരു കാരണവശാലും ഇത്തരം രോഗങ്ങളെ വിഷമരുന്നുകൾ കൊണ്ട് ചികിത്സിക്കരുത്. കാരണം അവ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ രോഗം മാറുന്നില്ല. ഇവയെല്ലാം ചികിത്സിക്കേണ്ടത് പ്രകൃതി ജീവനത്തിലൂടെയാണ്. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പ്രകൃതി ജീവനത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രകൃതി ജീവന ആശുപത്രിയിൽ നിങ്ങൾ പോവുക, അല്ലെങ്കിൽ പ്രകൃതി ജീവന കേന്ദ്രത്തിൽ നിങ്ങൾ പോവുക, നിങ്ങൾ ചികിത്സിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രകൃതിയിലെ മറ്റ് ജീവികളെ പോലെ പ്രകൃതി ജീവനത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം നേരത്തെ തന്നെ വായിച്ച് അതിലെ അറിവുകൾ ശേഖരിച്ച് വയ്ക്കുക. എന്നിട്ട് വേണ്ട സമയത്ത് ആ അറിവുകൾ പ്രയോഗിക്കുക. ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അലോപ്പതിയിൽ പോയി ചികിത്സിക്കുന്നത് ഒഴിവാക്കി നമ്മൾ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോകാൻ ശ്രമിക്കണം. അത് വളരെ നല്ല ഒരു തീരുമാനമായിരിക്കും. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഡോക്ടർമാർ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ചികിത്സാ രീതികൾ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് രോഗം മാറി നിങ്ങളുടെ ഗുളികകൾ മുഴുവൻ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നതാണ്. അതാണ് പ്രകൃതി ജീവനത്തിൻ്റെ മേന്മ. അവർ കൺട്രോളല്ല, ക്യൂറാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ രോഗത്തിൻ്റെ നിയന്ത്രണമല്ല, രോഗം മാറ്റലാണ് അവരുടെ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരുന്നുകൾ കഴിക്കുകയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രോഗികളാണ്. മരുന്ന് കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ഇനി സ്വയം എങ്ങനെ നിങ്ങൾക്ക് പ്രകൃതി ചികിത്സ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രകൃതി ചികിത്സാ വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ ഇവ ചെയ്യണം, സ്വയം ചെയ്യരുത്. എന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഞാനിത് പകർന്നു തരുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് രാവിലെ 4 മണിക്കോ അല്ലെങ്കിൽ മാക്സിമം 5 മണിക്കോ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള അപാനവായു ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിരിക്കും. ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മലമൂത്രങ്ങൾ ശരിയായിട്ട് പുറത്തു പോവുകയുള്ളൂ. 6 മണിക്ക് ശേഷം സൂര്യൻ ഉദിച്ച് ശേഷം എഴുന്നേൽക്കുകയാണെങ്കിൽ അത് കഫസമയമാണ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഒരിക്കലും പുറത്തു പോകില്ല. ഏതെല്ലാം ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ മലബന്ധം ശരിയാവില്ല. അതിനാൽ നമ്മൾ നേരത്തെ തന്നെ കിടക്കാൻ നോക്കണം. 8 മണിക്ക്, വൈകിട്ട് 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് കിടക്കുക. രാവിലെ എഴുന്നേൽക്കേണ്ടത് 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ പകുതി നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടും. എഴുന്നേറ്റതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള യോഗാസനങ്ങൾ തുടങ്ങിയവ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതും പുറത്ത് നല്ലപോലെ കാറ്റുള്ള സ്ഥലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അതിനുശേഷം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ ഏതെങ്കിലും ഹെർബൽ ടീ നമ്മൾക്ക് കുടിക്കാവുന്നതാണ്, ചായക്കും കാപ്പിക്കും പകരം. തുളസി നമ്മൾക്ക് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ജീരകം, ഉലുവ, കരിഞ്ജീരകം ഇവയെല്ലാം തിളപ്പിച്ച് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവയിലൊന്നും തന്നെ പഞ്ചസാര ചേർക്കരുത്, ശർക്കരയും ചേർക്കരുത്. അങ്ങനെ തന്നെ തിളപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്പം ശർക്കര ചേർക്കാവുന്നതാണ്. പക്ഷേ ശർക്കര ഒന്നും ചേർക്കാതെ അങ്ങനെ തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം ശരീരമാസകലം എണ്ണ പുരട്ടുക. അതായത് കഴുത്തിന് താഴെ ഒരു കാരണവശാലും തലയിലോ മുഖത്തോ എണ്ണ പുരട്ടരുത്. ശരീരമാസകലം എണ്ണ പുരട്ടിയതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ സൂര്യപ്രകാശത്തിലിരിക്കണം, രാവിലെയുള്ള സൂര്യപ്രകാശം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് സൂര്യസ്നാനം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും സൂര്യപ്രകാശം എത്തുന്ന തരത്തിൽ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ എണ്ണ പുരട്ടിയതിന് ശേഷം വെയിലത്തിരിക്കുക. സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് എണ്ണ പുരട്ടി വെയിലത്തിരിക്കുക. അങ്ങനെ 1 മണിക്കൂർ ഇരിക്കണം, അല്ലെങ്കിൽ വേർപ്പ് വരുന്നത് വരെ ഇരിക്കണം. വേർപ്പ് വന്നതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു കോട്ടൺ തുണി അത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വയറിൽ ചുറ്റിക്കെട്ടുക. അതായത് നമ്മുടെ വാരിയലിന് താഴെ നാഭിയും വയറും ചേർന്ന ആ ഭാഗം മുഴുവനും എല്ലാം കൂടി 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച്
വലിപ്പമുള്ള ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞതിന് ശേഷം അതിനെ ചുറ്റിക്കെട്ടുക. തണുത്ത വെള്ളത്തിലായിരിക്കണം പിഴിയേണ്ടത്. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിലെ വെള്ളമല്ല, സാധാരണ വെള്ളം. അത് പിഴിഞ്ഞതിന് ശേഷം വയറ്റിൽ ചുറ്റിക്കെട്ടുക. 2 ഇഞ്ച് നീളമുള്ള മറ്റൊരു കോട്ടൺ തുണി കഴുത്തിൽ ചുറ്റിക്കെട്ടുക. അതേപോലെ തന്നെ 2 ഇഞ്ച് നീളമുള്ള മറ്റൊരു കോട്ടൺ തുണി നെറ്റിയിലും ചുറ്റിക്കെട്ടുക. നെറ്റിയിലും നമ്മൾ തലയിൽ തലപ്പാവ് കെട്ടുന്നത് പോലെ തലയുടെ നെറ്റി കവർ ചെയ്യുന്ന രീതിയിൽ ചെവിക്ക് മുകളിലായിട്ട് അങ്ങനെ തലയിൽ ചുറ്റി വയ്ക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾക്ക് അങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂറും ആ വെറ്റ് പാക്ക് നമ്മൾക്കവിടെ വയ്ക്കാവുന്നതാണ്. അതായത് സൂര്യസ്നാനം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ രക്തക്കൊഴലുകളും വികസിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ തണുത്ത വെറ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് അത് മുഴുവൻ സങ്കോചിക്കും. അപ്പോൾ രക്തപ്രവാഹം വളരെ നന്നായിട്ട് നടക്കും. അപ്പോൾ രോഗം പെട്ടെന്ന് അവിടെ ശരിയാവുന്നതാണ്. അതിനുശേഷം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണിയാവുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും ജ്യൂസ് കുടിക്കാവുന്നതാണ്. കുമ്പളങ്ങയുടെ ജ്യൂസ് അല്ലെങ്കിൽ പഴങ്ങളുടെ ജ്യൂസ് ഇവയെല്ലാം നമ്മൾക്ക് ആ സമയത്ത് കുടിക്കാവുന്നതാണ്. വളരെ ലൈറ്റായിട്ടുള്ള ജ്യൂസ് ആയിരിക്കണം കുടിക്കേണ്ടത്. അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ഇലകളുടെ ജ്യൂസ് നമ്മൾക്ക് കുടിക്കാവുന്നതാണ്. കറുകപ്പുല്ല്, മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, വാഴയുടെ ഇല, പേരയുടെ ഇല, പുതിന, കൊത്തമല്ലി ഇല, കറിവേപ്പില ഇവയുടെ എല്ലാം ജ്യൂസ് നമുക്ക് രാവിലെ ആ സമയത്ത് കുടിക്കാവുന്നതാണ്. ഇനി അടുത്ത ഭക്ഷണം 11 മണിക്ക് നമ്മൾ ആദ്യത്തെ ഭക്ഷണം കഴിക്കണം ദിവസത്തിൽ. അത് നമ്മൾക്ക് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കാം. സലാഡിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, മുള്ളങ്കി, തക്കാളി തുടങ്ങിയ പച്ചയായിട്ട് കഴിക്കാവുന്ന പച്ചക്കറികൾ നമ്മൾക്ക് ആ സമയത്ത് രാവിലെ 11 മണിക്ക് ശേഷം വേണം കഴിക്കാൻ. അതിനു മുൻപ് നമ്മൾ മറ്റൊരു ഭക്ഷണവും കഴിക്കരുത്. ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം വൈകിട്ട് നമ്മൾ 5 മണിക്ക് അവസാനത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം 11 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും നടക്കുന്നതും അതുമൂലം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതും. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത വസ്തുക്കളെ ഉപയോഗിച്ച് തീർക്കുന്ന അവസ്ഥ. അത് രോഗം മാറ്റാൻ വളരെ അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചികിത്സിക്കുന്ന സമയത്ത് ആദ്യത്തെ ഭക്ഷണം 11 മണിക്ക് അത് സലാഡ് മാത്രമായിട്ട് കഴിക്കുക. അതിൽ ഒരു കാരണവശാലും ഉപ്പോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ചേർക്കരുത്. അടുത്ത ഭക്ഷണം നിങ്ങൾക്ക് ഏകദേശം 2 മണിയോടുകൂടി ഉച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. അതും വിശപ്പുണ്ടെങ്കിൽ മാത്രം. ആ സമയത്തും നിങ്ങൾക്ക് പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ കഴിക്കാവുന്നതാണ്. അധികം ദുർബലത വരാതിരിക്കാൻ വേണ്ടി ഒരു ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ 1 സ്പൂൺ ചോറ് മാത്രം നമ്മൾ കഴിക്കാം. പക്ഷേ 80% പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങളായിരിക്കണം. വീണ്ടും 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക് നമ്മൾക്ക് പച്ചക്കറികൾ കഴിക്കാം, പഴങ്ങൾ കഴിക്കാം. ആ ഭക്ഷണം ഏകദേശം 80% വേവിക്കാത്തവ. വേവിച്ചവ ഏകദേശം 20% നമ്മൾക്ക് അടിക്കാവുന്നതാണ്. ഇനി തീവ്രമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ, അതായത് വളരെയധികം അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള ഒരുപാട് തീവ്ര രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പാകം ചെയ്ത ഭക്ഷണം ആ രോഗം മാറുന്നത് വരെ നമ്മൾ ഉപേക്ഷിക്കണം. 11 മണിക്കും അതേപോലെ തന്നെ 2 മണിക്കും അതേപോലെ തന്നെ വൈകിട്ട് 5 മണിക്കും പാകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ കഴിക്കുക. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നമ്മുടെ മിക്ക രോഗങ്ങളും മാറുന്നതാണ്. ഇങ്ങനെ പാകം ചെയ്യാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിയായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മൾ സലാഡിൽ കുറച്ച് തേങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷീണം മാറാൻ സഹായിക്കും. അല്ലെങ്കിൽ ബദാം, അണ്ടിപ്പരിപ്പ് തുടങ്ങിയവ അല്പം കുതിർത്തതിന് ശേഷം അത് കഴിക്കുകയാണെങ്കിൽ ആ ക്ഷീണം ഒട്ടും തന്നെ ഉണ്ടാകുന്നതല്ല. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ആയുർവേദത്തിൻ്റെ വിധിപ്രകാരം ഏകരസം ദൗർബല്യം, അതായത് ഒരു രസം മാത്രം നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ദുർബലതയ്ക്ക് കാരണമാകും. അപ്പോൾ നമ്മൾ 6 രസങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പുളി, ഉപ്പ്, എരിവ്, കയ്പ്പ്, ചവർപ്പ് തുടങ്ങിയ 6 രസങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. വയസ്സായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവർക്കൊരിക്കലും പച്ചയ്ക്ക് കഴിക്കാൻ സാധിക്കില്ല. അവർക്ക് ആ പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ ജ്യൂസായിട്ട് കൊടുക്കാവുന്നതാണ്. അതിനെ അരിക്കരുത്, ആ ഫൈബറോടുകൂടി അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി വേവിച്ച ഭക്ഷണം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പച്ചക്കറികൾ കൊണ്ട് നമ്മൾക്ക് അവിയൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഒരിക്കലും തൈര് ചേർക്കരുത്, പുളിക്ക് തക്കാളി ചേർക്കുക. അപ്പോൾ പച്ചയായിട്ട് ചവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിലുള്ള അവിയൽ കൊടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തീവ്രമായിട്ടുള്ള രോഗങ്ങളുള്ളവർ പാകം ചെയ്ത ഭക്ഷണം പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും.
അങ്ങനെ വിടാൻ പറ്റാത്തവർക്ക് വളരെ കുറച്ച്, അതായത് 1 സ്പൂൺ ചോറ് അല്ലെങ്കിൽ 1 ചപ്പാത്തി, 1 ഇഡ്ഡലി, 1 ദോശ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം കഴിക്കാവുന്നതാണ്. അവസാനത്തെ ഭക്ഷണം വൈകിട്ട് 5 മണിക്ക്. ഈ സമയത്ത് നമ്മൾക്ക് സലാഡ് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാവുന്നതാണ്. ഇത് ഒരു തരത്തിലുള്ള ഡയറ്റ്. ഈ ഡയറ്റ് കൊണ്ട് മാത്രം നമ്മൾക്ക് പല രോഗങ്ങളെയും നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതായത് 1 മാസം കൊണ്ട് തന്നെ BP, ഷുഗർ, അതേപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ, ആസ്മ തുടങ്ങിയവയെല്ലാം തന്നെ 1 മാസം കൊണ്ട് തന്നെ മാറുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൺട്രോളല്ല, പരിപൂർണമായിട്ട് മാറുന്നതാണ് ഉദ്ദേശിച്ചത്. രോഗങ്ങൾ മാറ്റും എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പ്രകൃതി ചികിത്സകർ തന്നെയാണ്. ഇനി മറ്റൊരു ഡയറ്റ് കൂടി പറയാം. ഈ ഡയറ്റ് പ്രകാരം നമ്മൾ 2 നേരവും കഴിക്കേണ്ടത് അവിയൽ തന്നെയായിരിക്കണം. അതായത് പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് വേവിച്ചതിന് ശേഷം ഒരല്പം പച്ചമുളകും ജീരകവും ചേർത്ത് തേങ്ങ അരച്ചതിന് ശേഷം അത് അവിയൽ പോലെ ഉണ്ടാക്കുക. അതിൽ ഒരു കാരണവശാലും തൈര് ഒഴിക്കരുത്. എന്നിട്ട് ഈ അവിയൽ നമ്മൾക്ക് രാവിലെ 11 മണിക്കും വൈകിട്ട് 5 മണിക്കും കഴിക്കാവുന്നതാണ്. അങ്ങനെ 2 നേരം നമ്മൾ കഴിച്ചിട്ടും ഈ രീതിയിലുള്ള ഒരു പ്രകൃതി ചികിത്സ, ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് നടത്താവുന്നതാണ്. ഇനി മൂന്നാമത് ഒരു ഡയറ്റ് കൂടി പറയാം. ഇതിന് DIP ഡയറ്റ് എന്നാണ് പറയുക. ഇത് ഡോക്ടർ ബിശ്വരൂപ് റായ് ചൗധരി ഉണ്ടാക്കിയ ഡയറ്റാണ്. ഈ ഡയറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് പ്രമേഹം നിയന്ത്രിതമാകും എന്നാണ് പറയുന്നത്. ഈ ഡയറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ എത്ര വെയിറ്റ് ഉണ്ടോ ഇൻറ്റു 10 അത്രയും ഗ്രാം നമ്മൾ പഴങ്ങൾ കഴിക്കണം. ഉദാഹരണമായിട്ട് എനിക്ക് 50 കിലോ ഭാരമുണ്ട് എങ്കിൽ 500 ഗ്രാം 4 തരത്തിലുള്ള പഴങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് നമ്മൾ ഭക്ഷിക്കണം. സീസണലായിട്ട് കിട്ടുന്ന 4 തരത്തിലുള്ള പഴങ്ങൾ, അത് നമ്മുടെ വെയിറ്റ് ഇൻറ്റു 10. അപ്പോൾ 50 കിലോ വെയിറ്റ് ആണെങ്കിൽ 500 ഗ്രാം 4 തരത്തിലുള്ള പഴങ്ങൾ നമ്മൾ രാവിലെ കഴിക്കുക. ഉച്ചയ്ക്ക് 2 പ്ലേറ്റ് ഭക്ഷണം കഴിക്കണം. അതായത് ഒരു പ്ലേറ്റിൽ സലാഡ്, മറ്റൊരു പ്ലേറ്റിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം. സലാഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 5. അതായത് 50 കിലോ ഭാരമുള്ളൊരു വ്യക്തി 250 ഗ്രാം സലാഡ് കഴിക്കണം. ഈ സലാഡ് എന്ന് പറയുന്നത് 4 തരത്തിലുള്ള പച്ചക്കറികളായിരിക്കണം. പച്ചക്ക് കഴിക്കാവുന്ന 4 തരത്തിലുള്ള പച്ചക്കറികൾ. അത് ക്യാരറ്റായിരിക്കാം, തക്കാളി, മുള്ളങ്കി, ബീട്രൂട്ട്, വെള്ളരി തുടങ്ങിയവയെല്ലാം ആകാം. ആദ്യം സലാഡുള്ള പ്ലേറ്റ് കഴിക്കുക, അതിനുശേഷം നമ്മുടെ സാധാരണ ഭക്ഷണം കഴിക്കുക. ഇനി വൈകിട്ടും ഇതേപോലെ തന്നെ ആദ്യം ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കുക, അതിനുശേഷം നമ്മൾ സാധാരണയുള്ള ഭക്ഷണം കഴിക്കുക. വൈകിട്ടുള്ള ഭക്ഷണം വൈകിട്ട് 5 മണിക്ക് കഴിക്കണം. 5 മണിക്ക് ശേഷം യാതൊരുവിധ ഭക്ഷണവും കഴിക്കരുത്. ഇതിനെയാണ് DIP ഡയറ്റ് എന്ന് പറയുക. ഈ ഡയറ്റും നിങ്ങൾക്ക് പ്രകൃതി ജീവന രീതിയിൽ പരീക്ഷിക്കാവുന്നതാണ്. രാവിലെയുള്ള യോഗ, അതേപോലെ തന്നെ സൂര്യപ്രകാശം കൊള്ളൽ, അതേപോലെ തന്നെ വയറിൽ തുണി തെറ്റൽ, ഇവ എല്ലാം തന്നെ എല്ലാറ്റിലും കോമൺ ആണ്. ഇനി മറ്റൊരു ഡയറ്റ് കൂടി പറയാം. ഇതിനെ മോണോ ഡയറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ഏതെങ്കിലും പഴങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് മാങ്ങ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 1 മാസം വരെ നമ്മൾ മാങ്ങ മാത്രം കഴിക്കുക, മാങ്ങപ്പഴം മാത്രം കഴിക്കുക. അല്ലെങ്കിൽ ചക്കപ്പഴം കിട്ടുന്ന സമയത്ത് 1 മാസം ചക്കപ്പഴം മാത്രം കഴിക്കുക. അല്ലെങ്കിൽ ആപ്പിൾ കിട്ടുകയാണെങ്കിൽ ധാരാളം കിട്ടുന്ന സമയത്ത് ആപ്പിൾ മാത്രം കഴിക്കുക. അല്ലെങ്കിൽ ഓറഞ്ച് നമ്മൾ കിട്ടുകയാണെങ്കിൽ ഓറഞ്ച് മാത്രം കഴിക്കുക. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 നേരം കഴിക്കാവുന്നതാണ്. രാവിലെ 9 മണിക്കും, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കും, വൈകിട്ട് 5 മണിക്കും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങൾ മാത്രം കഴിച്ചിട്ടും നമ്മൾക്ക് ഈ രീതിയിൽ പ്രകൃതി ചികിത്സ ചെയ്യാവുന്നതാണ്. അതായത് ഷുഗർ ഉള്ളവർ ഇങ്ങനെയുള്ള പഴുത്ത മാങ്ങയുടെ ഡയറ്റ് മാത്രം ചെയ്തുകൊണ്ട് ഷുഗർ മാറ്റിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കരിമ്പിൻ ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ട് ഷുഗർ മാറ്റിയ അനുഭവങ്ങളുണ്ട്. ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് മറ്റൊരു ഡയറ്റ് കൂടി പരീക്ഷിക്കാവുന്നതാണ്, തേങ്ങയും പഴവും. അതായത് രാവിലെ തേങ്ങയും പഴവും മാത്രം നമ്മൾ കഴിക്കുക, ഉച്ചയ്ക്കിലും തേങ്ങയും പഴവും കഴിക്കുക, വൈകിട്ടും തേങ്ങയും പഴവും കഴിക്കുക. അത് ഒരു പൂർണ്ണ ആഹാരമാണ്. ക്ഷീണം നമ്മൾക്ക് ഒട്ടും തന്നെ ഉണ്ടാകുന്നതല്ല. ഇനി മറ്റൊരു ഡയറ്റ് എന്ന് പറയുന്നത് PK ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റാണ്, പൂർവ്വജോങ്ക ഡയറ്റ്. ഇത് വൈദ്യ ധീരജ് ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ ഒരു ഡയറ്റാണ്. അതായത് ഒരു 40 വർഷം മുൻപ്, 50 വർഷം മുൻപ് നമ്മുടെ നാട്ടിലെല്ലാം 2 നേരമായിരുന്നു ഭക്ഷണം. രാവിലെ ഒരു 10-11 മണിക്ക് ഒരു ഭക്ഷണവും വൈകിട്ട് ഒരു 5 മണിക്ക് ഉള്ള ഭക്ഷണവും. ഈ രീതിയിൽ നമ്മൾ 2 നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ മിക്കതും പോവും. രാവിലെ 11 മണിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുക,
വൈകിട്ട് 5 മണിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുക. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം നിറയെ വെജിറ്റബിൾസോട് കൂടി കഴിക്കുക. അത് അധികം രോഗമില്ലാത്തവർക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് PK ഡയറ്റ് ഗ്രേഡ് 2. നേരത്തെ പറഞ്ഞത് ഗ്രേഡ് 1 ആണ്. ഇനി ഗ്രേഡ് 2. ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നാണ് അർത്ഥം. അതായത് നല്ലപോലെ വേവിച്ച് ആയിട്ടുള്ള കഞ്ഞി. ഇത് വളരെ തീവ്രമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ ഒരു ഡയറ്റ് പരീക്ഷിക്കാവുന്നതാണ്. അതായത് രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് വളരെ ലൂസായിട്ടുള്ള കഞ്ഞി, അത് ഗോതമ്പിൻ്റെ കഞ്ഞിയാകാം, ചെറുധാന്യങ്ങളുടെ കഞ്ഞിയാകാം, അല്ലെങ്കിൽ പൊടിയരിയുടെ കഞ്ഞിയാകാം. ആ കഞ്ഞി വളരെ ലൂസായിരിക്കണം. ആ കഞ്ഞി ചൂടോടുകൂടി 11 മണിക്ക് കഴിക്കുക. അടുത്ത കഞ്ഞി 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക് കഴിക്കുക. ഇതും ഒരു ഡയറ്റാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറ്റ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു ഡയറ്റ് കൂടി പറയാം. ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഡയറ്റാണ്. രാവിലെ 9 മണിക്ക് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുക. അതിനുശേഷം വൈകിട്ട് ഭക്ഷണം കഴിക്കുക. ഇടയ്ക്ക് ഒട്ടും തന്നെ വെള്ളം കുടിക്കാതിരിക്കുക. നിർജ്ജലോപവാസം. ഇത് വളരെ നല്ലൊരു ഡയറ്റാണ്. അതായത് രാവിലെ 9 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരെ നമ്മൾക്ക് വെള്ളമോ മറ്റെന്തെങ്കിലും കുടിക്കാം. ഭക്ഷണം കഴിക്കുക. പിന്നീട് 5 മണി വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നമ്മൾ ഇരിക്കുക. എന്നിട്ട് 5 മണിക്ക് വീണ്ടും ഭക്ഷണം കഴിക്കുക. ഇതും ഒരു നല്ലൊരു ഡയറ്റാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി ഏറ്റവും നല്ല മറ്റൊരു ഡയറ്റ് ഞാൻ പറയാം. അത് സിംഗിൾ മീൽസാണ്. അതായത് ഉച്ചയ്ക്ക് 11 മണിയോട് കൂടിയിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുക. പിന്നെ 24 മണിക്കൂറും ഫാസ്റ്റിംഗ് മോഡിൽ പോവുക. അതായത് ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആരോഗ്യം പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാവുന്നതാണ്. ഞാൻ 6 മാസം ഈ രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ 2 നേരമാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. രാത്രി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ രോഗിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്വസ്ഥനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ശരി, വൈകിട്ടുള്ള ഭക്ഷണം 5 മണിക്ക് കഴിക്കുക, അല്ലെങ്കിൽ 6 മണിക്ക്, മാക്സിമം 6 മണിക്ക് കഴിക്കുക. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം വൈകിട്ട് ഭക്ഷണം കഴിക്കുമോ അത്രത്തോളം നിങ്ങൾ രോഗിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നിങ്ങൾ രോഗിയാണെങ്കിലും ഇല്ലെങ്കിലും വൈകിട്ട് 6 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കിടക്കണം. അതേപോലെ തന്നെ രാവിലെ 3 മണിക്കോ 4 മണിക്കോ നിങ്ങൾ എഴുന്നേൽക്കണം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ഒരു ഡോക്ടർക്കും നേരെയാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ഉള്ള ദിനചര്യ എന്ന് പറയുന്നത് രാത്രി 12 മണി വരെ ജോലി ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങുക, രാവിലെ 9 മണിക്ക് എഴുന്നേൽക്കുക. ഈ വ്യക്തിയെ ലോകത്തിലെ ഒരു ഡോക്ടർക്കും നേരെയാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതിൻ്റെ കാരണം അവരുടെ അപാനവായു ഒട്ടും തന്നെ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് മലബന്ധമുണ്ടാകും, അജീർണമുണ്ടാകും. അതുമൂലം സർവ്വരോഗങ്ങളും അവർക്കുണ്ടാകും. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതത്താൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തെ പഞ്ചഭൂതം കൊണ്ട് തന്നെ ചികിത്സിക്കണം എന്നാണ് പ്രകൃതി ജീവനത്തിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭൂമി അല്ലെങ്കിൽ മണ്ണ് നല്ലപോലെ തേച്ച് 1 മണിക്കൂർ മണ്ണിൻ്റെ സ്നാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് വെള്ളത്തിൽ നമ്മൾ ഇരിക്കുക. അതിനെ കടിസ്നാനം എന്ന് പറയും. ഒരു ടബിൽ നമ്മുടെ പൊക്കിൾ വരെ വെള്ളം നിറച്ചതിന് ശേഷം അതിലിരിക്കുക. അല്ലെങ്കിൽ സ്പൈനൽ ബാത്ത് എന്ന് പറയുന്ന, അതായത് 2 ഇഞ്ച് വെള്ളം നമ്മളൊരു ടബിൽ നിറച്ചതിന് ശേഷം അതിൽ മലർന്ന് കിടക്കുക. ഇത് സ്പൈനൽ ബാത്ത് എന്ന് പറയും. ഇതും ഒരു ചികിത്സാ രീതി തന്നെയാണ്. അടുത്തത് അഗ്നി ചികിത്സയാണ്. അതിന് നമ്മൾക്ക് സ്റ്റീം ബാത്ത് എടുക്കാം. അതായത് ആവി കൊണ്ട് നമ്മൾക്ക് വിയർപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇരിക്കാം. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലെ അഗ്നിധാതുവിനെ ശരിയാക്കുന്നതാണ്. അടുത്തത് വായുധാതു. ഇതിനെ ശരിയാക്കുന്നതിനായിട്ട് നമ്മൾക്ക് രാവിലെ പ്രാണായാമം ചെയ്യാം. അതുകൂടാതെ തുറന്ന സ്ഥലത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായുധാതു ശരിയാവും. ഇനി അടുത്തത് ആകാശധാതു. ഇതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപവാസം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആഴ്ചയിലോ മാസത്തിലോ 1-2 ദിവസം ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയ ശരീരത്തെ പഞ്ചഭൂതം കൊണ്ട് തന്നെയാണ് നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിൽ ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തെ പഞ്ചഭൂതമായിട്ടുള്ള ശരീരത്തെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ദിവസവും കുറേശ്ശെ ചികിത്സിക്കാൻ സാധിക്കും.
നിങ്ങൾ രോഗിയായിട്ടുള്ള വ്യക്തിയാണെങ്കിലും സ്വസ്ഥനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും രാവിലെ 5 മണിക്ക് നിങ്ങൾ യോഗ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് തുടങ്ങിയവ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ രാവിലെ സൂര്യസ്നാനം ചെയ്യേണ്ടത് 1 മണിക്കൂറെങ്കിലും വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ സ്വസ്ഥനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ ദിവസം നിങ്ങൾ ഒന്നും ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് ഉപവസിക്കാം. ഈ രീതിയിലുള്ള ഒരു ദിവസത്തെ ഉപവാസം നിങ്ങൾക്ക് 3 തരത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നിർജ്ജലോപവാസം. നിങ്ങൾക്ക് ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ ഉപവസിക്കാം. ഇത് വളരെ അധികം ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നിർജ്ജലോപവാസം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആ ദിവസം ഉപവസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴച്ചാറുകളോ ജ്യൂസുകളോ മാത്രം ഉപയോഗിച്ച് ആ ദിവസം ഉപവസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ദിവസം മുഴുവൻ പഴങ്ങൾ മാത്രം കഴിച്ച് ഉപവസിക്കാം. ഇങ്ങനെ ഏത് തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് നിങ്ങൾക്ക് ഉപവസിക്കാൻ സാധിക്കും. ഇത് ആഴ്ചയിലുള്ള ഒരു ദിവസമുള്ള ഉപവാസം. ഇനി ദിവസവും നിങ്ങൾ ഒരു 16 മണിക്കൂറെങ്കിലും ഉപവസിക്കണം. അതെങ്ങനെയാണ്? വൈകിട്ട് 5 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ 11 മണി വരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദിവസവും 18 മണിക്കൂർ ഉപവസിക്കും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഓട്ടോഫാജി എന്ന് പറയുന്ന പ്രക്രിയ നടക്കുകയും നിങ്ങളുടെ മിക്ക രോഗങ്ങളും അതോടുകൂടി കുറേശ്ശെ ഇല്ലാതാകുകയും ചെയ്യും. അത് BP ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, തൈറോയ്ഡ് ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, എന്തുമാകട്ടെ അത് സ്വയം നിങ്ങൾക്ക് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ദിവസവും 18 മണിക്കൂർ ഉപവാസം, അതായത് വൈകിട്ട് 5 മണിക്ക് അവസാനത്തെ ഭക്ഷണം കഴിക്കുക, അടുത്ത ദിവസം 11 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ്. അതുകൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം പരിപൂർണമായിട്ടുള്ള ഉപവാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 24 മണിക്കൂർ നിങ്ങൾക്ക് ഉപവാസം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ നിങ്ങൾക്ക് ഉപവാസം ചെയ്യാവുന്നതാണ്. ഏകാദശി സമയത്തുള്ള ഉപവാസം അല്ലെങ്കിൽ പൗർണമി സമയത്തുള്ള ഉപവാസം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഉപവാസം നിങ്ങൾക്ക് മാസത്തിൽ 2 തവണ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം പ്രകൃതിജീവനത്തിൻ്റെ ചികിത്സകളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ യാതൊരുവിധ മരുന്നുകളും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഭക്ഷണം തന്നെയാണ് മരുന്ന്. ഭക്ഷണമാണ് നമ്മൾ മരുന്നായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. രാത്രി 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ നല്ല ചികിത്സയാണ്. നിങ്ങൾ ഇതുമാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ, പ്രഷർ തുടങ്ങിയവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നോർമലായിട്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്രയും ഡയറ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രോഗവും നിങ്ങൾക്ക് തന്നെ നിഷ്പ്രയാസം മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാൻ തന്നെ എൻ്റെ ഷുഗർ, പ്രഷർ, അതേപോലെ തന്നെ മൈഗ്രെയിൻ, അതേപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് തുടങ്ങിയ പല അസുഖങ്ങളും ഇതേ രീതിയിലാണ് ഞാൻ മാറ്റിയത്. പക്ഷേ ചില സമയത്ത് എനിക്ക് മാറ്റാൻ സാഹചര്യമില്ലാത്ത ചില സമയങ്ങളുണ്ടായിരുന്നു. കാരണം ജോലി, അതേപോലെ തന്നെ സാഹചര്യമില്ലായ്മ. പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഞാനെല്ലാം സ്വയം എന്നെ തന്നെ ഞാൻ മാറ്റിയ അനുഭവത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ വിലപ്പെട്ടതാണ്. പ്രകൃതി ചികിത്സകർ ആരും തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തരുന്നതല്ല. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക, സ്വയം നിങ്ങൾ ഒരു ഹെൽത്ത് പ്രൊമോട്ടറായിട്ട് മാറുക. കുറഞ്ഞത് ഒരു 100 പേർക്കെങ്കിലും ഈ അറിവ് നിങ്ങൾ പകർന്ന് നൽകുക. കൂടുതൽ വീഡിയോകൾക്കുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതാണ്. അതിനെ നിങ്ങൾ കാണുക, മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.